ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 8 മഹാജൂബിലി 2033. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 സംവത്സരങ്ങൾ തികയുന്ന 2033. അതിനൊരുക്കമായിട്ടുള്ള നവവത്സര വചനധ്യാനം. അതിൽ പുതിയ നിയമ വചനധ്യാനം എപ്പിസോഡ് 8. നടപടി ഗ്രന്ഥമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 1-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കടിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഇതിൽ പീഡാനുഭവത്തിന് ശേഷം എന്ന വാക്കിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. 40 ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് നമുക്ക് അടുത്ത ഫ്രേസ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവരാജ്യം എന്ന വാക്കിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ദൈവരാജ്യം എന്നുള്ളത് നമുക്ക് ഒരൊറ്റ ടോക്കിൽ പറഞ്ഞാൽ എനിക്ക് ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പറയാം. ഇന്ന് നമ്മളതിൻ്റെ ഒരു ആമുഖ പഠനമാണ്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാരണം ദൈവരാജ്യം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. കർത്താവ് ഇല്ലേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ആദ്യത്തെ വാക്ക് തന്നെ കർത്താവ് പറയുന്നത്. അതിനാൽ നമുക്കതിൻ്റെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമുക്കൊരു ആമുഖമായിട്ട് പറഞ്ഞു വയ്ക്കാം. അപ്പസ്തോലിക പ്രഘോഷണത്തിൻ്റെ, ശ്ലൈഹിക പ്രഘോഷണത്തിൻ്റെ കേന്ദ്ര സ്തംഭമാണ് ദൈവരാജ്യം. നടപടി ഗ്രന്ഥത്തിൽ 8:12, 14:22 യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിഷയം ദൈവരാജ്യമാണ്. ലൂക്ക 4:43, 8:1, 9:11, 16:16 70 ശിഷ്യന്മാരുടെയും സുവിശേഷ പ്രഘോഷണ വിഷയം ഇതുതന്നെയാണ്. ലൂക്ക 10:9, 10:11 പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിഷയം ദൈവരാജ്യമാണ്. നടപടി ഗ്രന്ഥം 19:8, 20:25, 28:23, 28:31 മർക്കോസിന്റെ സുവിശേഷത്തിലെ 1:15 അവൻ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് വന്നെന്നാണ്. സമയം പൂർത്തിയായി അവൻ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയ്ക്ക് വന്നു. അവൻ പ്രഖ്യാപിച്ചു, സമയം പൂർത്തിയായി, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം യേശു പ്രഖ്യാപിച്ച സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമാണ് ദൈവരാജ്യം. ഗ്രീക്കില് ഹേ ബസിലെയ്യ ടു തെവു, ഹേ ബസിലെയ്യ ടു തെവു, ദൈവത്തിൻ്റെ രാജ്യം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ കുരിശിൽ മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും ചെയ്ത യേശുവിലൂടെ ലോകത്തെ സകല സാമ്രാജ്യങ്ങളെയും ദേശരാഷ്ട്രങ്ങളെയും അവയിലുള്ള സകലതിനെയും, മനുഷ്യരുടെ സകലതിനെയും ദൈവം പരമാധികാരിയായി ഭരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ദൈവരാജ്യം. ഒന്നുകൂടി പറയട്ടെ. കുരിശിൽ മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും ചെയ്ത യേശുവിലൂടെ, നസറത്തിലെ യേശുവിലൂടെ ലോകത്തെ സകല സാമ്രാജ്യങ്ങളെയും ദേശരാഷ്ട്രങ്ങളെയും അതിലെ പൗരന്മാരെയും സകല വസ്തുക്കളെയും ദൈവം പരമാധികാരി എന്ന നിലയിൽ ഭരിക്കുന്ന സ്ഥിതിവിശേഷത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. സ്വർഗരാജ്യം എന്ന വാക്ക് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. സ്വർഗരാജ്യം ഹീബ്രുവിൽ മൽക്കുത്ത് ഷമായിം എന്നാണ്. അങ്ങനെ ഒരു പ്രയോഗം വാസ്തവത്തിൽ പഴയ നിയമത്തിലില്ല. സ്വർഗരാജ്യം മൽക്കുത്ത് ഷമായിം. സ്വർഗരാജ്യം എന്നൊരു വാക്ക് മൽക്കുത്ത് ഷമായിം ഹീബ്രുവിൽ പഴയ നിയമത്തിലില്ല. കർത്തൃരാജ്യം എന്ന വാക്ക് ഒരിക്കൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. കർത്തൃരാജ്യം മൽക്കുത്ത് യാഹ്വേ, കർത്താവിൻ്റെ രാജ്യം. സ്വർഗരാജ്യം എന്ന വാക്കില്ലെങ്കിലും കർത്താവിൻ്റെ രാജ്യം, കർത്തൃരാജ്യം എന്ന വാക്ക് ഒരിക്കൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. 1 ദിനവൃത്താന്തം 28:5. എന്നാൽ കർത്താവ് ഭരിക്കുന്നു, യാഹ്വേ മലാഖ്, കർത്താവാണ് രാജാവ്, മെലേക്ക് യാഹ്വേ എന്നീ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. കർത്താവ് ഭരിക്കുന്നു, കർത്താവാണ് രാജാവ്, യാഹ്വേ മലാക്ക്, കർത്താവ് ഭരിക്കുന്നു, മെലേക്ക് യാഹ്വേ, കർത്താവാണ് രാജാവ്. സങ്കീർത്തനം 93:1, പുറപ്പാട് 15:18.
ദൈവം ഭരിക്കുന്നു എന്ന വിശ്വാസം അവതരിപ്പിക്കാൻ യഹൂദ സാഹിത്യത്തിൽ ദൈവരാജ്യം എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. ഉദാഹരണം, സോളമന്റെ സങ്കീർത്തനങ്ങൾ 17:3, ശലോമോന്റെ സങ്കീർത്തനങ്ങൾ 17:3, മോശയുടെ നിയമം എന്ന് പറയുന്ന അപ്രമാണിക ഗ്രന്ഥം 10:1, 10:3, ഖുമ്രാനിലെ ചാവുകടൽ ചുരുളുകളിൽ രാജ്യം എന്ന വാക്ക് 15 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം രാജാവ് എന്ന നിലയിൽ രക്ഷിക്കുകയും മോചിക്കുകയും ചെയ്യുന്നു എന്ന് അവിടെ സൂചനയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇച്ചിരി ഹീബ്രു ഗ്രീക്ക് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. ദൈവരാജ്യം എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ഹേ ബസിലെയ്യ ടു തെവു. ദൈവം നസ്രത്തിലെ യേശുവിലൂടെ ഇന്ന് ലോകത്തെ ഭരിക്കുന്നു. ലോകം വാഴുന്നത് ദൈവം തന്നെയാണ്. അത് കുരിശിൽ മരിക്കുകയും മരിച്ചിൽ ഉയർക്കുകയും ചെയ്ത കർത്താവിലൂടെയാണ്. അതുകൊണ്ടാണ് കുരിശിന് മുകളിൽ ആ INRI യേസുസ് നസ്രയനുസ് റെക്സ് യുദയോരും, അല്ലേ, നസ്രായക്കാരനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അവൻ തന്നെയാണ് രാജാക്കന്മാരുടെ രാജാവും ഭരണാധിപന്മാരുടെ ഭരണാധികാരിയും. വെളിപാട് ഗ്രന്ഥം 19:16. ഈ കുരിശിലെ ശീർഷകം ലത്തീനിലുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് INRI. ഹീബ്രുവിലെ അതിൻ്റെ ചുരുക്കരൂപം നോക്കിയാൽ യാഹ്വേ എന്നാണ്. യാഹ്വേ. അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. അപ്പോൾ യാഹ്വേ എന്ന ദൈവം ആ ആളായി വന്ന് യേശു വന്ന് ആ യേശുവിലൂടെ ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നു. അതിനെയാണ് ദൈവരാജ്യം എന്ന് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ് ഭരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ വലിയ വലിയ ചക്രവർത്തിമാരൊക്കെ വിചാരിക്കും അവരാണ് ലോകം ഭരിക്കണേ. ഹിറ്റ്ലർ അങ്ങനെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ പുടിൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചൈനയിലെ ചൈനീസ് പ്രസിഡന്റ് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിക്കുന്നുണ്ടാവും. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിക്കുന്നുണ്ടാവും അവരൊക്കെയാണ് ലോകം ഭരിക്കണമെന്ന്. അത് ചുമ്മാ വിചാരിക്കുക. ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ് ഭരിക്കുന്നത്. അതിങ്ങനെ ഇല്ലേ, അത്ര നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ കാണാവുന്ന തരത്തിലല്ല ഈ ദൈവരാജ്യത്തിൻ്റെ ഭരണം നടക്കുന്നത്. അതുകൊണ്ട് ഇല്ലേ, നമുക്ക് എന്തെങ്ങനെ വിചാരിക്കും. ഒരു പ്രളയം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമ്പോഴാണ് മനുഷ്യരൊന്നും അല്ല, എല്ലാം ദൈവം തന്നെയാണ് എന്ന ചിന്ത വീണ്ടും വീണ്ടും വരുന്നത്. തീർച്ചയായിട്ടും മറുവശത്തും ചിന്തിക്കാം, നല്ല ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കാം. നമുക്കതിനുള്ള പല ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം പ്രപഞ്ചനാഥനാണ്, നമ്മുടെ മാത്രമല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മൊത്തം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില പ്രതിഭാസങ്ങൾ വരുന്നു, നമുക്ക് ദുരന്തമായി തോന്നുന്നു മാത്രമല്ല ആത്യന്തികമായിട്ട് നമ്മളെല്ലാം ദൈവത്തിനടുക്കലേക്ക് എത്തേണ്ടവരാണ്. അത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് വേണമെന്നൊക്കെ ദൈവം തന്നെ നിശ്ചയിക്കണം. നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ദുരന്തങ്ങളെ പ്രതിഭാസങ്ങൾ ദുരന്തങ്ങളാകാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാനായിട്ട് രാഷ്ട്ര നേതാക്കന്മാർക്ക് ചുമതലയുണ്ട്. ആ ഉത്തരവാദിത്തം ദൈവം തന്നെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പൗരന്മാർ കൂടുതൽ ഇങ്ങനെ വേദന സഹിക്കാനും ദുരന്തം കൂടുതലായില്ലേ, പ്രതിഭാസങ്ങൾ വലിയ ദുരന്തങ്ങളായിട്ട് മാറാനായിട്ട് ഇടയുണ്ട്. അതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് താനും. എനിവേ, ദൈവരാജ്യം, ദൈവമാണ് സകലരെയും ഭരിക്കുന്നത്, സകല ദേശരാഷ്ട്രങ്ങളെയും സാമ്രാജ്യങ്ങളും ഭരിക്കുന്നത് കുരിശിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശുവിലൂടെ. അതാണ് കുരിശിന് മുകളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പോലും. യാഹ്വേ, അവനാണ് യഹൂദന്മാരുടെ രാജാവായവൻ തന്നെയാണ് യാഹ്വേ. അവനാണ് ലോകം ഭരിക്കുന്നത്. ഈ സ്വർഗരാജ്യം എന്ന വാക്ക് മൽക്കുത്ത് ഷമായും, സ്വർഗരാജ്യം, അത് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ല. കർത്തൃരാജ്യം എന്ന വാക്കുണ്ട്, മൽക്കുത്ത് യാഹ്വേ, കർത്തൃരാജ്യം ഒരിക്കൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. 1 ദിനവൃത്താന്തം 28:5. എന്നാൽ കർത്താവ് ഭരിക്കുന്നു, യാഹ്വേ മലാഖ്, കർത്താവാണ് രാജാവ്, മെലേക്ക് യാഹ്വേ എന്നീ പദസന്ധികൾ ഉപയോഗിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 93:1, പുറപ്പാട് 15:8. ദൈവം ഭരിക്കുന്നു എന്ന് അല്ലേ, അങ്ങനെ പറയാൻ അവർക്ക് മടിയായിരുന്നു. അല്ലേ, ദൈവം ഭരിക്കുന്നു, ദൈവം എന്നുള്ള അതങ്ങനെ ഭരിക്കുന്നു പറയാനായിട്ട്. അതിനാൽ ദൈവരാജ്യം എന്ന് പറയാൻ തുടങ്ങി. ഈ ദൈവം സബ്ജക്റ്റായിട്ട് വരാതെ ഇല്ലേ, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതൊരു ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവം ഭരിക്കുന്നത് പറയുന്ന അത്രയും ഒരു പ്രശ്നമില്ല. ദൈവം എന്നുള്ള വാക്ക് ഉച്ചരിക്കാതെ പറഞ്ഞു പോകുകയാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവം ഭരിക്കുന്ന അർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ?
രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ദേശരാഷ്ട്രമാണ്, ഒരു ടെറിട്ടറി. ദൈവം ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രാജ്യം എന്ന സങ്കല്പമില്ല. ദൈവം ഭരിക്കുന്നു, അതാണ് സത്യം. പക്ഷെ അത് അവതരിപ്പിക്കാൻ ദൈവരാജ്യം, ദൈവം ഭരിക്കുന്ന ഇടം എന്നുള്ള അർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതിനകത്ത് അങ്ങനെ വന്നപ്പോൾ രാജ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യ മഹാരാജ്യം അങ്ങനെ തോന്നാം, ഇല്ലേ? ബ്രിട്ടീഷ് സാമ്രാജ്യം അല്ലെങ്കിൽ റോമ സാമ്രാജ്യം, അങ്ങനെയൊരു ചിന്ത മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലല്ല യഹൂദന്മാർ ഉപയോഗിച്ചത്. ഒരു സവിശേഷമായ ഇടം എന്ന അർത്ഥത്തിലല്ല, സകല ഇടവും എന്ന അർത്ഥത്തിലാണ്. ദൈവം സകല ഇടവും ഭരിക്കുന്നു, അതിനെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് യേശു ഈ വാക്ക് ഉപയോഗിച്ചത്, അതിൻ്റെ ഏതെല്ലാം അർത്ഥത്തിലാണ് യേശു ഉപയോഗിച്ചത്, അതെല്ലാം നമുക്ക് അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം. നാം ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കുള്ള രാജ്യം സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്, സ്വർഗരാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ നമ്മൾ അംബാസഡർമാരാണ് ഇവിടെ. സ്വർഗത്തിൻ്റെ, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതാണ് ഭൂമിയിൽ നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകട്ടെ. അതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.